ആ ഡോക്ടറുടെ പ്രസ്താവനയെക്കുറിച്ചാണെങ്കിൽ നിങ്ങളതിനെ എങ്ങനെ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതെ, നിങ്ങളതെങ്ങനെ എടുക്കുന്നു എന്നതാണ് കാര്യം. ഞാൻ ഇതിനോട് പോരാടണോ? നിങ്ങൾക്ക് കാണാൻ പോലും കഴിയാത്ത ഒരു ശത്രുവിനോട് നിങ്ങളെങ്ങനെ പോരാടും? പിന്നെ ക്യാൻസർ എന്നതൊരു വ്യക്തിയല്ല, നിങ്ങൾ തന്നെയാണ് ആ ക്യാൻസർ. നിങ്ങളുടെ തന്നെ ഒരു ഭാഗം നിങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു. അതിനോട് പോരാടാൻ കഴിയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇത് വലിയൊരു വിഭാഗം മനുഷ്യരും മിക്കവാറും എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു തരത്തിൽ തങ്ങൾക്ക് എതിരെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദേഷ്യത്തിൻ്റെ ഒരു നിമിഷം സൃഷ്ടിച്ചാൽ നിങ്ങൾക്കെതിരെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇന്നിതിന് വൈദ്യശാസ്ത്രപരമായ തെളിവുകളുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മുഴുവൻ രസതന്ത്രവും നിങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് ധാരാളം മെഡിക്കൽ തെളിവുകളുണ്ട്. സത്യത്തിൽ ഇതിന് മെഡിക്കൽ തെളിവുകളുടെ ആവശ്യമില്ല, അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും. എന്നാൽ നിങ്ങളത്ര ബോധമില്ലാത്തവരാണെങ്കിൽ രക്തപരിശോധനയിലൂടെ അത് തെളിയിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ നിങ്ങൾക്കെതിരെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരിലും ഒരുതരം ക്യാൻസർ ഉണ്ട്. അത് ശാരീരികമായി പ്രകടമാകുമ്പോൾ മാത്രമാണ് അതൊരു മെഡിക്കൽ പ്രശ്നമായി മാറുന്നത്. അതുവരെ അത് നിങ്ങളുടെ പ്രശ്നമാണ്, അല്ലേ? അതുവരെ അത് നിങ്ങളുടെ പ്രശ്നം മാത്രമാണ്. അത് ശാരീരികമായി പ്രകടമാകുമ്പോഴാണ് അത് മെഡിക്കൽ പ്രശ്നമാകുന്നത്. ഇപ്പോൾ അത് ശാരീരികമായി പ്രകടമായിരിക്കുന്നത് വിവിധ കാരണങ്ങൾ കൊണ്ടാണ്, അല്ലാതെ ഒരു പ്രത്യേക കാരണം കൊണ്ടല്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. പോരാടുക എന്നതല്ല വഴി. ക്യാൻസറിനോട് പോരാടുക എന്നത് ഒരു മാർഗമല്ല. എന്തിനെങ്കിലും വേണ്ടി പോരാടുന്നതും എന്തിനെങ്കിലും എതിരെ പോരാടുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്, ശരിയല്ലേ? ഇതിൽ നിന്നുള്ള പോരാട്ടം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ചെടി വളർന്ന് മനോഹരമായ സുഗന്ധമുള്ള പൂക്കൾ വിരിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മണ്ണുമായി പോരാടിയിട്ടാണ് ആ പൂക്കളെ വിരിയിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ മണ്ണുമായുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള ആ ഒരു ബന്ധമാണ് നിങ്ങൾക്ക് അത്രയും സൗന്ദര്യവും സുഗന്ധവുമുള്ള പൂക്കൾ നൽകുന്നതെന്ന് പറയാം. രണ്ടാമത്തെ രീതിയാണ് കൂടുതൽ ബുദ്ധിപരമായ വഴി. കാരണം അത് ചെയ്യുന്ന നിങ്ങളുടെ അനുഭവം വളരെ സന്തോഷകരമായിരിക്കും. ഫലം എന്തുതന്നെയായാലും അത് സന്തോഷകരമായിരിക്കും. അത് ചിലപ്പോൾ പൂവിട്ടേക്കാം, അല്ലെങ്കിൽ ഒരു പശു വന്ന് അതിനെ തിന്നു തീർത്തേക്കാം, നിങ്ങൾക്കറിയില്ല. പക്ഷേ ഏത് രീതിയിലായാലും നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിൻ്റെ അനുഭവം വളരെ സന്തോഷകരമാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അപ്രസക്തമാകും. അപ്പോൾ ഞാൻ ജീവിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ എന്നത് ഒരു കാര്യമല്ലേ? അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അത് ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നത്. കാര്യങ്ങൾ നടക്കുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ ചെയ്യണം. നിങ്ങൾ ഒരു ധീരനായതുകൊണ്ട് നിങ്ങൾ പോരാടി മരിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. നിങ്ങളുടെ ജീവിതത്തിന് അതുകൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കില്ല. നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്തു. ഒരുപക്ഷേ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നേക്കാം, അല്ലെങ്കിൽ നടന്നില്ലെന്ന് വരാം. പക്ഷെ കുറഞ്ഞത് നിങ്ങൾ ശരിയായ കാര്യങ്ങളെങ്കിലും ചെയ്തു. അതാണ് പ്രധാനം. അതുകൊണ്ട് മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് വലിയൊരു സാധ്യതയാണ്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. കാരണം നിങ്ങൾ നശ്വരനാണെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. മിക്ക ആളുകളും തങ്ങൾ നശ്വരരാണെന്ന് മറന്നുപോയി. മരണം മറ്റാർക്കോ സംഭവിക്കുന്നതാണെന്ന് അവർ കരുതുന്നു. ആണോ അല്ലയോ? മരണം മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതാണെന്നും തങ്ങൾക്കുണ്ടാകില്ലെന്നും മിക്കവരും കരുതുന്നു. അല്ലല്ല, അത് നിങ്ങൾക്കും എനിക്കും സംഭവിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നത് വ്യത്യസ്തമായിരിക്കുക, പക്ഷേ അത് നിങ്ങൾക്കും എനിക്കും സംഭവിക്കും. ക്യാൻസറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. പക്ഷേ ആദ്യം അലോപ്പതി ചികിത്സ തേടുക. അത് ഏറ്റവും കഠിനവും ആക്രമണോത്സുകവുമായ ചികിത്സയാണ്. എങ്കിലും വെറുതെ റിസ്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് ആ ചികിത്സാരീതി പിന്തുടരുന്നതാണ്. പക്ഷേ ചികിത്സയ്ക്ക് ശേഷമുള്ള റിക്കവറി, ആ റിക്കവറി വലിയൊരു വെല്ലുവിളിയാണ്. അവിടെയാണ് യോഗ സംവിധാനത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. ക്യാൻസറിന് വേണ്ടി തന്നെ ചിലത് ചെയ്യാൻ സാധിക്കും, അത് ചെയ്യാവുന്നതാണ്. പക്ഷേ
അതിൽ റിസ്ക് കൂടുതലാണ്. അതുപോലെ സമയം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സാധാരണയായി ഞങ്ങൾ അതിൽ റിസ്ക് എടുക്കാറില്ല. ആദ്യം ചികിത്സ തേടുന്നതാണ് ഉചിതം. അതിനുശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യാം. അതുവഴി രോഗം വീണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കാം.